ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി നമ്മൾ ഈ വ്ളോഗ് ചെയ്യലപ്പോൾ ഈ വണ്ടിയിൽ ഇരുന്നാണ് വ്ളോഗ് ചെയ്യൽ. ഈ വണ്ടി ഇന്നലെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ രണ്ട് വണ്ടി, ഞാനും മറ്റൊരു വണ്ടിയും കൂടി റിവേഴ്സ് പോയപ്പോൾ കൂട്ടിയിടി ഉണ്ടായതാണ്. വലിയ മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നല്ല, മൈനർ ആക്സിഡൻ്റ് ആണ്. പക്ഷേ നമ്മളിവിടെ പോലീസ് റിപ്പോർട്ട് ചെയ്തു, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പലർക്കും അറിയില്ല എങ്ങനെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന കാര്യമാണിത്. നമ്മൾ ഡയറക്റ്റ് നമ്മളെ പോലീസ് ആപ്പ്, ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കയറുക. അതിൽ നമ്മൾ രണ്ട് വണ്ടിയുടെ ഫോട്ടോ എടുക്കുക, നമ്മൾ ലൈസൻസിൻ്റെ ഫോട്ടോ കോപ്പി അല്ല ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. എല്ലാം കൂടി അയച്ച് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാലക്കല്ല ഒരു 10 നമ്പർ വരും, നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. അത് നമ്മുടെ ടിക്കറ്റ് നമ്പർ എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം അവർ നമ്മളെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ദുബായ് പോലീസ് നമ്മളെ വിളിക്കുക, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് മൈനർ ആക്സിഡൻറ്റ് ഇപ്പം നടന്നതുകൊണ്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ദുബായ് പോലീസ് വിളിക്കും, ദുബായ് പോലീസിനോട് കാര്യങ്ങൾ പറയാം, നമ്മളടുത്താണ് ഭാഗത്താണ് തെറ്റ്, അവരുടെ ഭാഗത്താണ് തെറ്റ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ പറയുക, അവരൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ നമുക്കൊരു റിപ്പോർട്ട് കിട്ടും. അത് 2 റിപ്പോർട്ട് ഉണ്ടാവില്ല, ഒന്ന് ഗ്രീൻ റിപ്പോർട്ട്, ഒന്ന് റെഡ് റിപ്പോർട്ട്. ഗ്രീൻ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, നമ്മളെ വണ്ടി ഇത് ഇൻഷുറൻസിൽ തന്നെ നമുക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റി തരും. എല്ലാം റെഡ് റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 500 ദിർഹം ഫൈൻ അടിക്കും വേണം. പിന്നെ ബാക്കി നമ്മൾക്ക് ഇതിൽ തന്നെ നമുക്ക് മാറ്റം ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ റിപ്പോർട്ടാണ്. കാരണം ഞാനും ആ വണ്ടിയും കൂടി റിവേഴ്സ് പോയ സമയത്ത് ഓൾമോസ്റ്റ് എൻ്റെ വണ്ടി റിവേഴ്സ് പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ബാക്കോട്ട് റിവേഴ്സ് വന്ന വണ്ടിയാണ് അത്. എൻ്റെ സൈഡിൽ, ബമ്പറിൻ്റെ സൈഡിലാണ് ആ വണ്ടി വന്ന് ഇടിച്ചത്. എൻ്റെ ബമ്പർ കംപ്ലീറ്റ് പോയിന്ന് വെച്ചാൽ ഒരു വലിയൊരു ഓൾസായി പോയി. അതായത് നിസാം പെട്രോളിൻ്റെ ഹൂക്ക് തട്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ ബമ്പർ കംപ്ലീറ്റ് ഒരു ഓട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രോസസ്സിങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ദുബായിൽ ഓടിക്കുന്നത് നമ്മളെ വണ്ടിയല്ല, നമ്മളെ കമ്പനി വണ്ടിയാണ്. കമ്പനി നമുക്ക് യൂസ് ചെയ്യാൻ തന്ന വണ്ടിയാണ് നമ്മളിവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ കീഴിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗ്യാരേജിൽ പോവാം. ഞാനിപ്പോൾ ഗ്യാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗ്യാരേജിലേക്ക് പോകാം. ഇതിൻ്റെ ഏരിയകളാണ് മുഴുവനായിട്ട് ഇവിടെ. നമുക്ക് അകത്തേക്ക് നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് അവിടെ ഇന്ന് വണ്ടി കൊടുത്തിട്ട് നാളെയാണോ കിട്ടൽ, അതോ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും നമുക്ക് ചോദിക്കാം. അവിടെ നിന്നൊരു വണ്ടി കയറി വരുന്നവരെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ ഏകദേശം എന്നല്ല, നമ്മുടെ വണ്ടിയുടെ शेयर करते हैं. बस यही है ना, ये इधर थोड़ा कोई बात नहीं. इधर देखो, ये साइड है. ये साइड है.
हाँ ब्रेक स्टार्ट करो